ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നാളെ ഇല്ലെങ്കിൽ ഇത് മൺഡേയിലേക്ക് വരും കേട്ടോ, അതായത് തിങ്കളാഴ്ചയിലേക്കായിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ബാക്കി വിശേഷം എന്താണെന്ന് കേട്ടാലോ. ഇന്നത്തെ വിശേഷത്തിന്റെ ബാലൻസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇന്നത്തെ വിശേഷം നിങ്ങൾ രാവിലെ തന്നെ കണ്ടല്ലോ അല്ലേ, ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കയറി കണ്ടെന്ന് വിശ്വസിക്കുന്നു. കയറി കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കയറി കാണുക. അങ്ങനെ നമ്മുടെ രേവതിനെയും കൂട്ടിക്കൊണ്ട് സച്ചി വീട്ടിലെത്തി. സച്ചി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് എന്താണ് അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത്? വേറെ ഒന്നുമല്ല, ഒരു കിൻഡല് സാധനം ഓർഡർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ സാധാരണ എല്ലാ മാസവുമാണ് ഇവര് സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. അങ്ങനെ സച്ചിയാണ് സാധനങ്ങൾക്കെല്ലാം പൈസയും കൊടുക്കുന്നത്. ഒരു 4500 5000 കൂടുതലൊന്നും പൈസ ഒന്നും വരാറില്ല. അപ്പൊ ഇത് കിൻഡൽ കണക്കിന് സാധനം ഇറക്കിയേക്കുന്നു. നോക്കിയപ്പോ 7500 രൂപ. ചോദ്യം ചെയ്തെന്ന് പറഞ്ഞ ഒരു 1.5 ചോദ്യം ചെയ്യലായിരുന്നു. അതെല്ലാം തപ്പി പിടിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് ഇതുവരെ നമ്മുടെ രേവതിയോ സച്ചിയോ കേൾക്കാത്ത സാധനങ്ങളൊക്കെയാണ്. ഒലീവ് ഓയില്, ബദാം, കാഷ്യൂനട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ശ്രുതി മേടിച്ചാണെന്ന് അറിഞ്ഞു. ശ്രുതി വന്നു, ശ്രുതിനെ ചോദ്യം ചെയ്തു. അപ്പൊ ആ ഒരു ഭാഗമൊക്കെ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അങ്ങനെ ശ്രുതി പറഞ്ഞു, ഇത് ഞാൻ മേടിച്ച സാധനങ്ങളാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എങ്കിൽ പിന്നെ ഇതിന്റെ പൈസ കൊടുക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ ഇതിന്റെ പൈസ കൊടുക്കത്തില്ല, ഞാൻ കറക്റ്റ് എല്ലാ പ്രാവശ്യവും തരുന്നത് പോലെ 4500 രൂപ ആ സാധനം ഇവിടെ മേടിക്കാറുള്ളത്, അത്രയും പൈസ ഞാൻ ചെലവാക്കത്തുള്ളൂ, ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്തോണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഇതിപ്പോ ഞാൻ മാത്രമല്ലല്ലോ, ഇവിടെ എല്ലാവരും കൂടി യൂസ് ചെയ്യാനല്ലേ. ഇവിടെ എല്ലാവർക്കും ഇതിന്റെ കാര്യമില്ല. രേവതി, ഇത് നിനക്ക് വേണോ? വേണ്ടല്ലോ. അല്ല, ഇനിയിപ്പം അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചോ, ഞാൻ എന്റെ 4500 രൂപ കൂടുതലല്ലാതെ ഒരൊറ്റ പൈസ തരാൻ പോകുന്നില്ല. ഇതെന്തൊരു ആഡംബരവാ. ബദാം പരിപ്പ് തിന്നാതെയും അതുപോലെ തന്നെ കാഷ്യൂനട്ട് തിന്നാതെയും ഒന്നും ഇരിക്കത്തില്ലെങ്കിലേ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് എടുത്തുണ്ടാക്കണം, അല്ലാതെ എന്റെ കയ്യിൽ നിന്നല്ല എടുത്തുണ്ടാക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു കെട്ടിയോനുണ്ടല്ലോ, അവനോട് പറ, അവനെ നിനക്ക് മേടിച്ച് തരും ഈ വക സാധനങ്ങളൊക്കെ. അല്ലാതെ ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ട് പൈസയും കൊണ്ട് ഇതൊക്കെ മേടിച്ച് തിന്നാന്നുള്ള മോഹം അങ്ങോട്ട് മാറ്റി വെച്ചേക്ക് ശ്രുതി മോളേന്ന് നമ്മുടെ ശ്രുതിയോട് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വന്നു. ശ്രുതി പറഞ്ഞു, നീ എന്താണാ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്താ പറയുന്നതെന്ന് മനസ്സിലായില്ലേ? സ്വന്തം ഭാര്യനെ നോക്കാനുള്ള കഴിവില്ലാത്തവനെ വിവാഹം കഴിക്കാൻ പോകരുത്. നിനക്ക് നിന്റെ ഭാര്യയ്ക്കുള്ള സാധനങ്ങളൊക്കെ നിനക്ക് മേടിച്ചു കൊടുക്കത്തില്ല, അല്ലാതെ ഞാനാണ് മേടിച്ചു കൊടുക്കുന്നത്. രേവതിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാനാണല്ലോ മേടിച്ചു കൊടുക്കുന്നത്. അതുപോലെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നീ മേടിച്ചു കൊടുക്കണം, അല്ലാതെ എന്റെ പൈസ എടുത്തല്ല ചെലവാക്കേണ്ടത്. ഇവിടെ ആർക്കും അറിയത്തില്ല ഞാൻ എത്ര ബുദ്ധിമുട്ടിയാ ജീവിക്കുന്നതെന്ന്. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തോണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ഒന്ന് നിർത്തുന്നുണ്ടോ? കുറെ നേരമായി ഞാൻ കേൾക്കുന്നു, കണക്ക്. നാണമുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ കണക്കുകൾ വിളിച്ചു പറയാനായിട്ട്? ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്തെന്നോ ആർക്കെങ്കിലും സാധനം മേടിച്ചു കൊടുത്തെന്നോ എന്ന് പറഞ്ഞ് ഇവിടെ ആരും കണക്ക് വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ശ്രുതി ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ശ്രുതി ജോലിക്ക് പോയി കഴിയുമ്പോഴേക്കും ഇവിടെ പൈസ തരും. അടുത്ത മാസം മുതൽ ശ്രുതി ആയിരിക്കും ഇവിടെ സാധനങ്ങളെല്ലാം മേടിക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്കും തന്നെ ശ്രുതിയുടെ ബോധം പോയിട്ടോ. ശ്രുതിക്ക് ജോലിയില്ല, വേലയില്ല, കൂലിയില്ല, ഇങ്ങനെ സാധനം മേടിക്കും. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ചെന്ന് ശ്രുതിയോട് പറയുക, ശ്രുതി നീ അങ്ങനെയൊന്നും പറയല്ലേ, അവനത് കൊടുത്തോളും, അവൻ വെറുതെ പറയുന്നതാ, നീ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല, ഞാൻ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. ഇനി എൻ്റെ കയ്യിൽ നിന്ന് ഒരു 5 പൈസ നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. ഇവിടെ എല്ലാ പ്രാവശ്യവും ചെലവാക്കുന്ന പൈസയെ ഞാൻ തരത്തുള്ളൂ, ബാക്കി കൂടുതലായിട്ടുണ്ടെങ്കിൽ കൈ നിട്ടോണെന്ന് പറഞ്ഞു. എനിക്ക് അല്ലാതെ വേറെ ഇവിടെ ദാനമായിട്ട് കൊടുക്കാനൊന്നും എനിക്കിങ്ങനെ ഒത്തിരി പൈസയൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പം ശ്രുതി വേഗം പോയിട്ട് പേഴ്സിൽ നിന്ന് കുറച്ച് പൈസ എടുത്തോണ്ട് വന്നിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഈ പൈസ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ, ഇനി ഇവിടെ കണക്ക് പറയരുതെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര ഓടി ചെന്നിട്ട്, അയ്യോ മോളെ ശ്രുതി, നീ എന്താ ഈ പറയുന്നത്? അവൻ വെറുതെ അല്ലേ അതൊക്കെ പറയുന്നത്. മോളെ ശ്രുതി, നീ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ, അവൻ വെറുതെ പറയുന്നത്, അവൻ പൈസ മേടിക്കുമല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി പറഞ്ഞു, ആര് പറഞ്ഞു പൈസ മേടിക്കാലെന്ന്? ആ പൈസ ഇങ്ങ് തന്നെ, ഈ പൈസക്ക് എന്നാ മൂല്യം ഉണ്ടെന്നേ എനിക്കറിയാം. 1 രൂപയെങ്കിൽ 1 രൂപ, അതിന് വരെ മൂല്യമുള്ള സമയം എനിക്കിപ്പം. അതുകൊണ്ടേ ഈ പൈസ ഇങ്ങ് തന്നേരെന്ന് പറഞ്ഞ് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ആ പൈസയും മേടിച്ചു. ആ പൈസയും മേടിച്ചിട്ട് സച്ചി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ്, അയ്യോ രേവതി, നീ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് രേവതിയോട് ചോദിക്കുന്നു. അപ്പൊ പറഞ്ഞു, ഞാനൊന്നും കഴിച്ചില്ല, ഞാനിവിടെ വെച്ചുണ്ടാക്കി കഴിച്ചോളാം സച്ചിയേട്ടാന്ന് പറയുമ്പോൾ, വേണ്ട, ഇനി ഇവിടെ എന്ത് വെച്ചുണ്ടാക്കി കഴിക്കാനാ, സമയം എത്രയായിന്ന് ഓർത്തോണ്ടാ, ബാ നീ ഇപ്പം വന്നേ, ഞാൻ ഏതായാലും കടയിൽ നിന്നാണ് കഴിക്കുന്നത്, അപ്പം നിനക്ക് ഞാൻ മേടിച്ചു തന്നിട്ട് നിന്നെ ഇവിടെ കൊണ്ടാക്കിയാൽ പോരെ. അശോ അത് പിന്നെ വേണ്ട, ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കി കഴിച്ചോളാം, അത് സാരമില്ല, ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട് വരാന്. അങ്ങനെ നമ്മുടെ രേവതിനെയും കൂട്ടിക്കൊണ്ട് സച്ചി അങ്ങ് പോയി. ചന്ദ്രയാണെങ്കിലും മുഖവും വീർപ്പിച്ചു വെച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. രേവതിയുടെ ഈ സൗഭാഗ്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്കും കുറച്ച് കുശുമ്പും അസൂയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. രേവതിയോട് നമ്മുടെ സച്ചിക്ക് നല്ല സ്നേഹമൊക്കെ ആയല്ലോ, അപ്പൊ അതിന്റെ കുശുമ്പും അസൂയം നല്ലവണ്ണം നമ്മുടെ ശ്രുതിക്കുമുണ്ട്. അങ്ങനെ ശ്രുതി ദേഷ്യം വന്ന് അകത്തേക്ക് കയറി പോയിട്ട് എന്താ ഇവിടെ ഞാൻ കാണുന്നത്, ഇതെന്താ ഇതൊരു വീടാണോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പുറത്തോണ്ടിരുന്നപ്പോഴത്തേക്കും ശ്രുതി ചെന്നപ്പോ, എന്താ ശ്രുതി നിനക്ക് പറ്റിയത്? ദേ നിങ്ങൾ എന്നോട് മിണ്ടി പോകരുതെന്ന് പറഞ്ഞു.
മിണ്ടിപ്പോരുന്നോ? എന്താ നീ അങ്ങനെ പറയുന്നത്? സുധി ഇതേ കളിക്കരുത് കേട്ടോ. സുധി കാരണമല്ലേ ഇപ്പൊ ഞാൻ ഇതൊക്കെ കേട്ടത്. സുധിക്ക് എന്തെങ്കിലും ഒരു അക്ഷരം എതിർത്തു പറയായിരുന്നല്ലോ. ആ സച്ചി എന്ന് പറയുന്നവൻ അവിടെ കിടന്ന് വായിട്ട് അലറിയപ്പം എല്ലാം മിണ്ടാതെ നിന്ന് കേൾക്കുകയല്ലാതെ ഒരു ഭാര്യ എന്ന നിലയിൽ എന്നെ സപ്പോർട്ട് ചെയ്യാമെന്നോ? ഇല്ലല്ലോ. എന്താ വരാത്തത്? നിങ്ങക്ക് സച്ചിനെ പേടിയാ? പേടി, വെറും പേടി. അല്ലാതെ ഇതിനെന്താ പറയാ? അയ്യോ ശ്രുതി, എനിക്ക് പേടിയായിട്ടൊന്നുമല്ല. അവന് വിവരവും വിദ്യാഭ്യാസവും ഒന്നുമില്ല. അവനോട് ചുമ്മാ നമ്മൾ കിടന്ന് അലയ്ക്കുന്നത് എന്തിനാ? ദേ സുധി, ഇനി നീ ഇങ്ങനെ പറയരുത്. അവന് വിവരവും വിദ്യാഭ്യാസവും ഇല്ല, പക്ഷെ അവനെ സുധീനേക്കാളും ബുദ്ധിയുണ്ട്, ബുദ്ധി. അതുകൊണ്ടാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സുധി ഒരു കാര്യം ചെയ്യണം. അടുത്ത മാസം മുതൽ ഇവിടുത്തെ ചെലവിനുള്ള പൈസ എവിടെ നിന്നാന്ന് വെച്ചാൽ ഒപ്പിച്ചു കൊടുത്തോണം. പിന്നെ ഇപ്പോൾ ഒരു ജോലി ഉണ്ടല്ലോ, ആ ജോലി ഈ മാസം ശമ്പളം കിട്ടുമല്ലോ, ആ പൈസ മുഴുവനും അത് ചെലവിന് കൊടുക്കണം. അല്ലാതെ എനിക്കിത് കേട്ടോണ്ട് നിൽക്കാൻ പറ്റില്ല. ആ രേവതിയുടെ മുമ്പിലൊക്കെ ഞാൻ വെറും നാണം കെട്ടവളായി പോകുക. അവൾ എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? എൻ്റെ ഭർത്താവാ ഇവിടെ ചെലവിന് കൊടുക്കുന്നതെന്ന്. അത് കേട്ടോണ്ട് നിൽക്കാനൊന്നും എനിക്കിനി പറ്റില്ല, എനിക്കിനി കഴിയില്ല. അതുകൊണ്ട് ശ്രുതി മര്യാദയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തോണെന്ന് പറഞ്ഞ് അങ്ങോട്ട് കരയാൻ തുടങ്ങി നമ്മുടെ ശ്രുതി. അപ്പം ചന്ദ്രമതി ഇങ്ങോട്ട് വന്നിട്ട് അയ്യോ എന്ത് പറ്റും മോളെന്തിനാ കരയുന്നത്? അയ്യോ കരയരുതേന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നു കേട്ടോ. അപ്പോഴത്തേക്കും പറഞ്ഞു, അല്ലമ്മേ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഈ ശ്രുതിക്ക് എന്തെങ്കിലും ഒന്ന് നാവ് തുറന്ന് പറയത്തില്ലേ? ഞാനിതെല്ലാം കേട്ടുകൊണ്ട് സഹിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയാമോ? എന്നിട്ട് ഞാൻ മിണ്ടാതെ ഒഴിഞ്ഞു മാറി നടക്കായിരുന്നു. ഇനി എനിക്ക് പറ്റില്ല. ഇങ്ങനെ അവഗണിക്കാനും ഇങ്ങനെ പരിഹസിക്കാനും ഒക്കെ എനിക്കിനി പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്കത് കേട്ടോണ്ട് നിൽക്കാൻ എന്നെ ഇതുവരെ ആരും അവഗണിക്കുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ അച്ഛൻ എന്നെ പൊന്നുപോലെ വളർത്തിയേക്കുന്നത്. അതറിയാലോ, മോളുടെ അച്ഛനെ ഒത്തിരി പൈസ ഉണ്ടല്ലോ, അതിൻ്റെ കുശുമ്പും അസൂയ എന്നേ സച്ചിക്കും രേവതിക്കൊക്കെ. അതുകൊണ്ടാ അവരിങ്ങനെ നിന്നോട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് നീ മൈൻഡ് ചെയ്യാതിരുന്നാ പോരെ? നീ എന്തിനാ വെറുതെ അത് മൈൻഡ് ചെയ്തുകൊണ്ട് നടക്കുന്നത്? മോളൊരു കാര്യം ചെയ്യാം. ദേ സുധി മൈൻഡ് ചെയ്യാത്ത കാരണം എന്താണെന്നറിയാമോ? അവന് വെറുതെ വായിട്ടലച്ച് സമയം കളയാൻ സമയമില്ല. എടാ സുധി, നീ ജോലിക്ക് പോകാൻ നോക്കടാ. നീ എന്തിനാ ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നത്? അത് പിന്നെ അമ്മേ, ഞാൻ പോവാ. അല്ല, നീ പോകുമ്പം നിന്റെ ഭാര്യയോട് പറയുന്നില്ലേ? ഭാര്യയോട് പറഞ്ഞിട്ട് പോടാന്ന് പറഞ്ഞു. അത് പിന്നെ ശ്രുതി ഞാൻ പോവാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങിപ്പോകുന്ന ഇടയ്ക്കാണെങ്കിൽ ശ്രുതി ഇങ്ങനെ ചിന്തിക്കുക, എൻ്റെ ഈശ്വര, ഇനി എത്ര നേരം ഞാൻ ആ പാർക്കിൽ പോയി ഇരുന്നാലാ? അങ്ങനെ പാർക്കിലിരിക്കലാണല്ലോ നമ്മുടെ ശ്രുതിയുടെ ഇപ്പോഴത്തെ പരിപാടി. കാരണം ജോലിയും വേലയൊക്കെ പോയി ചുമ്മാ ഇറങ്ങി പോവുക, വൈകിട്ട് കയറി വരിക. അങ്ങനെ നമ്മുടെ ശ്രുതിയെ സമാധാനിപ്പിച്ചിരിക്കുകയാണ് ചന്ദ്ര ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സാരമില്ല, നമുക്ക് എല്ലാം ശരിയാക്കാം, ഇനി മുതൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, അതുപോലെ മോള് വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ രേവതിനെ സച്ചിനെയാണ്. അപ്പോൾ രേവതി സച്ചിയും കൂടെ നേരെ ഹോട്ടലിലേക്ക് പോയി. എന്തിനാ ഹോട്ടലിലേക്ക് ചെന്നതെന്ന് ചോദിച്ചാൽ ഭക്ഷണം കഴിക്കാൻ. അപ്പം രേവതിക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ മേടിച്ചു കൊടുത്തിട്ട് രേവതിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കണം. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ രേവതി പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ ഞാൻ വരുന്നില്ല എന്ന്. ഞാൻ വന്നതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടായത് സച്ചിയേട്ടാ. ഇപ്പം ഞാൻ വന്നതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നമായെന്ന് പറയും. ഇപ്പം നീ വന്നതുകൊണ്ട് എന്ത് പ്രശ്നമായി? നീ വന്നതുകൊണ്ടൊന്നും അല്ല രേവതി പ്രശ്നമായത്. പ്രശ്നം അതെപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. അത് എൻ്റെ അമ്മ കാരണം. അത് പണ്ട് മുതലേ അങ്ങനെ. എൻ്റെ അച്ഛന് സ്വൈര്യം കൊടുത്തിട്ടില്ല, ഇപ്പം നിനക്ക് സ്വൈര്യം തരുന്നില്ല. ഇനിയിപ്പം ആ ചന്ദ്രനെയല്ല ശ്രുതി എന്ന് പറയുന്ന അവളെ കൂട്ട് പിടിച്ചുകൊണ്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് അമ്മയ്ക്ക് തന്നെ അറിയില്ല. അമ്മയ്ക്ക് ഒരൊറ്റ വിചാരമുള്ളൂ, പൈസ. അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് കെട്ടുകണക്കിന് പൈസ ഉണ്ടല്ലോ. അപ്പോൾ അതായിരിക്കാം അമ്മ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്. വേണ്ട, മൈൻഡ് ചെയ്യണ്ട, നീ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. ഏതായാലും എനിക്ക് എൻ്റെ വയറും കരുതണം, അതുപോലെ തന്നെ എനിക്ക് പൈസ ഉണ്ടാക്കിയേ പറ്റൂ, നമുക്ക് നമ്മുടെ കടങ്ങളൊക്കെ തീർക്കട്ടെ. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് യാതൊരു തെറ്റുമില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സച്ചി ഇങ്ങനെ രേവതിനെ സമാധാനപ്പെടുത്തുക, അല്ലാതെ നീ കാരണമൊന്നും അല്ലെന്ന്. അപ്പം നമ്മുടെ രേവതി പറഞ്ഞു, ഇനി എപ്പോഴും നിങ്ങൾ ഈ ചെലവിൻ്റെ കാര്യം പറയരുത്. എന്തിനാ അത് പറയുന്നത്? അവരൊക്കെ കഴിച്ചിട്ട് ലാസ്റ്റ് അത് കേട്ട് കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും സച്ചിയേട്ടാ. ഇനി സച്ചിയേട്ടൻ ഇത് പറയരുത് എന്ന് പറഞ്ഞപ്പം രേവതി, നമ്മളുണ്ടല്ലോ കളഞ്ഞാലും എണ്ണിയെ കളയാവുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് നമ്മളുണ്ടാക്കുന്ന പൈസ. അത് നമ്മൾ സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ വേറെ ആരും സൂക്ഷിച്ചു വെക്കാൻ കാണില്ല. നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതെ പറ്റുമോ? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, അതൊന്നും മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. ഏതായാലും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാലേ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി നേരെ ആ കാറിൽ കയറി നമ്മുടെ രേവതിനെ വീട്ടിൽ കൊണ്ട് ഇറക്കാൻ കേട്ടോ. ചന്ദ്രയാണെങ്കിൽ രേവതിനെ കാണുമ്പോൾ അങ്ങോട്ട് കലി കൂടി വരികയാണ്. അപ്പം വേറൊന്നുമല്ല, സച്ചി രേവതിനെ നന്നായിട്ട് നോക്കുന്നു, പരിഗണിക്കുന്നു, കെയർ ചെയ്യുന്നു.
ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് സഹിക്കുന്നില്ല കേട്ടോ. ചന്ദ്ര രേവതി വന്ന ഉടനെ പറഞ്ഞില്ലേ, എടി നീ നിന്റെ വീട്ടിൽ വിളിച്ചോണ്ട് പോയി അവന്റെ മനസ്സ് മാറ്റിച്ചല്ലേടി എന്ന് ചോദിച്ചു. അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ എന്തിനാ വീട്ടിൽ വിളിച്ചോണ്ട് പോയി മനസ്സ് മാറ്റിക്കുന്നത്? അല്ല, അവൻ ഇത്രയും നാക്കില്ലാത്ത അവന് ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നിയത്? അതുമല്ല, നിന്നെയും കൂട്ടിക്കൊണ്ട് ഹോട്ടലിൽ പോകുന്നു, ഭക്ഷണം മേടിക്കുന്നു, എന്തൊക്കെയാടി ഈ കാണുന്നത്? എടി നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഈ കുടുംബം മുടിയുന്നത്. നീ എന്ന് കയറിയോ ഈ വീട്ടിൽ അന്നു മുതൽ തുടങ്ങിയതാ എൻ്റെ കഷ്ടകാലം. ഇപ്പൊ ആ പെണ്ണിന് നീ സ്വൈര്യം കൊടുക്കില്ലല്ലേ? നീയും നിന്റെ അമ്മയും നിന്റെ അനിയത്തിയൊക്കെ കൂടി പിരിയിളക്കി വിട്ടതല്ലേ സച്ചിനെ എന്ന് പറഞ്ഞപ്പോൾ എന്തേ അമ്മേ, ഞാൻ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. അമ്മ എന്നെ എന്തെങ്കിലും പറഞ്ഞോ? അല്ലാതെ എൻ്റെ അമ്മേനെയോ അനിയത്തിനെയോ എൻ്റെ അനിയനെയോ ഒന്നും പറയേണ്ട കാര്യം അമ്മയ്ക്കില്ല. അതിനുള്ള യോഗ്യത അമ്മയ്ക്കില്ലെന്ന് പറഞ്ഞപ്പോൾ യോഗ്യതയോ? നിനക്ക് എന്ത് യോഗ്യതയാടി ഉള്ളത്? ഈ വീട്ടിലിരിക്കാനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? നിനക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ? ഇല്ലല്ലോ. ഒരു അഷ്ടിക്ക് വകയില്ലാത്തടത്ത് നിന്ന് നിന്റെ അപ്പം മരിച്ചു പോയത് കൊണ്ട് മാത്രം നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, അമ്മേ ഇനി അങ്ങനെ പറയരുത്. ഇനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ ഞാൻ കേട്ട് നിന്നെന്ന് വരില്ല. എന്താ നീ ചെയ്യുന്നത്? നീ എന്ത് ചെയ്യും? എനിക്കും തിരിച്ചു പറയാനാവണ്ട്. ഞാനും പലതും ഇവിടെ എണ്ണിപ്പിറക്കി പറയും. അതുകൊണ്ട് അമ്മേ വെറുതെ എന്തിനാ വിഷയം ഉണ്ടാക്കണത്? എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രേവതി കലിച്ചു തുള്ളി അങ്ങ് പോയപ്പോഴത്തേക്കും ഓഹോ, ഇവക്ക് ഇത്രയ്ക്ക് വലിയ നാക്കോ, ഇന്ന് ഇവളുടെ നാക്ക് തീർത്തിട്ട് തന്നെ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഇരിക്കുകയാണ്. ഏതായാലും ചന്ദ്ര എങ്ങനെ ഇനി സച്ചിക്കും രേവതിക്കും പണി കൊടുക്കും എന്ന് നോക്കിയാണ് ഇരിക്കുന്നത്. രണ്ടുപേരെ രണ്ടായിട്ട് തന്നെയാട്ടോ കിടത്തുന്നത്. കാരണം ആടിമാസമാണ്, അതുകൊണ്ട് രണ്ടുപേരും രണ്ടായിട്ട് കിടത്തണം. ഇനിയിപ്പോൾ കുട്ടിയെങ്ങാണോ ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിക്കും ഉണ്ടാകുന്നതിന് മുമ്പ് കുട്ടികളായി പോകില്ലേ. അതുകൊണ്ട് രണ്ടുപേരെ രണ്ടായിട്ട് കിടത്താനാണ് ശ്രമിക്കുന്നത് നമ്മുടെ ചന്ദ്ര. അപ്പം ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് കേട്ടോ നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പം ഞാൻ ഇപ്പം പറഞ്ഞ വിശേഷം എന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്ന വിശേഷമാണ്. അതായത് നാളെ കഥയുണ്ടെങ്കിൽ നമുക്ക് നാളെ ഈ വിശേഷം കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് ഇനി കിട്ടാൻ പോകുന്നത് തിങ്കളാഴ്ചയാണ് കേട്ടോ ഈ വിശേഷം. അപ്പം ഇന്നത്തെ കഥയുടെ ബാലൻസ് ആക്കിയാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്തിട്ട് പോക്കോളൂ. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം, ആരും മറക്കരുത്. പിന്നെ നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥയും ഗോമതിയുടെയും ബാലന്റെയും കഥയും നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, ഇന്നത്തെ വിശേഷം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീക്കെൻഡ് പ്രമോ ഇനി വരുന്നുണ്ട്. അത് മിക്കവാറും നമ്മൾ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ നമ്മൾ വീക്കെൻഡ് പ്രമോ ഇടുന്നതായിരിക്കും. എല്ലാവരും കയറി കാണണം. നമ്മുടെ ഗോമതിയുടെയും ബാലന്റെയും കഥ എന്നൊക്കെ പറയുന്ന അടിപൊളി കഥ തന്നെയാണ് കേട്ടോ. നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയായിട്ട് ഏകദേശം എന്താ പറയുക, അത്രയും എത്തില്ലെങ്കിൽ പോലും എല്ലാവർക്കും രേവതിയുടെയും സച്ചിയുടെയും കഥ കേൾക്കാനാണ് ഇഷ്ടം എന്നറിയാം. എങ്കിൽ പോലും ഉള്ളതിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെ നമ്മുടെ ബാലന്റെയും ഗോമതിയുടെയും കഥ ഇപ്പം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥ അത് കുറച്ച് ടൈം നമുക്ക് ഇച്ചിരി ലോങ് ആയിട്ടാണ്, അപ്പം അറിയാലോ എല്ലാവർക്കും. പക്ഷേ ഞാൻ പ്രമോ ഇടാറില്ല. പ്രമോ നമ്മൾ എന്നും ജിൽ ജിൽ ചിന്നു 2.0 ഇടുന്നുണ്ട്. അപ്പം നമ്മൾ ഫുൾ വിശേഷമാണ് ഇതിലിടുന്നത്. അതും രാവിലെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതുവരെ ആരും കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ കയറി കണ്ടോളൂ. ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.